welcome back to my YouTube channel. This is Tejasanga and you're watching Tejasanga Diaries. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ 2 weeks മുന്നേ ആയിരുന്നു. അപ്പോൾ എനിക്ക് എക്സാമും കാര്യങ്ങളൊന്നും ആയിട്ട് എനിക്ക് കാര്യമായിട്ട് നമുക്ക് സർപ്രൈസസ് കൊടുക്കാൻ പറ്റില്ല. എന്നാലും നമുക്ക് കുറച്ച് സർപ്രൈസ് അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു 12-ന്. നമ്മൾ കേക്കും കട്ട് ചെയ്തു. ഞാൻ ചേച്ചി അമ്മക്ക് കുറച്ച് ഗിഫ്റ്റും കൊടുത്തു. നിങ്ങൾ എന്തായാലും അത് കണ്ടിട്ട് വാ. ബാക്കി ബിഗ് സർപ്രൈസ് എന്താണെന്ന് ഞാൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഗൈസ്, കേക്ക് റെഡിയാണ്, ഇവളും റെഡിയാണ്, ഞാനും റെഡിയാണ്. 12 ആയി. നമ്മൾ വാങ്ങിച്ച ഗിഫ്റ്റൊക്കെ ഇവിടെ. ഇത് ചേച്ചി വാങ്ങിയത്, ഇതും ചേച്ചി വാങ്ങിയത്, ഈ ക്ലിപ്സും ചേച്ചി വാങ്ങിയത്, ഞാൻ ഈ വള വാങ്ങി, പിന്നെ കുർത്തി വാങ്ങി. ലൈക്ക് മൊത്തത്തിൽ എല്ലാവർക്കും എല്ലാം ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അമ്മ. അമ്മ ഗിഫ്റ്റ് ഉണ്ട്, ശരിക്കും ഉണ്ട്. ഈ കവറിൽ ഇനി പച്ചക്കറിയല്ല, ഇനി ഗിഫ്റ്റാണ്. വയസ്സില്ല, അന്തയാണോ? അതിനകത്ത് വയസ്സില്ല. ഹാപ്പി ബർത്ത്ഡേ മോളു. ഹാപ്പിയാണോ? എന്ത് നിഷ്കളങ്കയായിട്ടാണ് ഇരിക്കണത്. അതെന്താ ഗിഫ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം ചേച്ചി വാങ്ങിയതാണ്, ഞാൻ വാങ്ങിയതുമാണ്. ചേച്ചി വാങ്ങിയത് വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. ഞാൻ വാങ്ങിയത് നിങ്ങൾ പൊട്ടിച്ചു നോക്കി. എന്താണ് ചേച്ചി നോക്കി വാങ്ങിയത്? ഞാനൊരു നഴല് കണ്ടു. നല്ല പോലെ തുറന്നു നോക്കി അമ്മ. ഞാനുള്ളപ്പോഴാണ് ഇതാണ് എന്റെ അടുത്ത് വന്നിട്ട് എന്താ കുത്തിയുള്ളൂ. ആ സെല്ലോട്ടേപ്പ് എനിക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി. ഞാൻ വാങ്ങിയത് എടി സൈസ് അടി അമ്മ പറയണത്. എടി നീ ഇങ്ങനത്തെ അമ്മക്ക് എടുത്തു കൊടുക്കുന്ന അമ്മ വിചാരിച്ചിട്ടില്ല. നീ കുർത്തി നമുക്ക് എടുത്തു കൊടുക്കാറില്ലല്ലോ. സോ ഗൈസ്, അന്നത്തെ ഈ സർപ്രൈസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, എൻ്റെ പപ്പ പണ്ട് റൊമാൻറ്റിക് ആവേണ്ട കാലത്ത് റൊമാൻറ്റിക് ആവാത്ത കൊണ്ടോ തോന്നുന്നു പപ്പയ്ക്ക് ഇപ്പോഴാണ് റൊമാൻസ് വരുന്നത്. പപ്പ അമ്മക്ക് വേണ്ടി ഒരു ഗോൾഡ് റിങ് വാങ്ങാനുള്ള എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനും ചേച്ചി ഇന്ന് ആദ്യം അത് പോയിട്ട് വാങ്ങണം. ആൻഡ് അത് നമ്മൾ കഴിഞ്ഞ അമ്മൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ അമ്മക്ക് കേക്കിൻ്റെ ഉള്ളിൽ ഫോൺ വെച്ച് കൊടുത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതേപോലെ ഇത്തവണയും നമ്മൾ സെയിം പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. കേക്കിൻ്റെ ഉള്ളിലാണ് നമ്മൾ റിങ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അതല്ലാതെ ഞാനും ചേച്ചി അമ്മയ്ക്ക് അഡീഷണൽ ഒരു ഗിഫ്റ്റും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഇന്ന് ആദ്യം വാങ്ങാൻ പോകണം. എന്നിട്ട് കേക്കിൻ്റെ ഉള്ളിൽ റിങ് വെക്കുന്ന നമ്മൾ ഇത്ര നേരം സെറ്റ് ചെയ്തിട്ടില്ല, അതും കൂടെ സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ അമ്മക്ക് ഇതിനെപ്പറ്റി അറിയില്ല, കാരണം ബർത്ത്ഡേ കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞല്ലോ. അപ്പോൾ അമ്മ ഒരു രീതിക്ക് ഇത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം അമ്മേനെ വിളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂടത്ത് ഈ വീഡിയോ എടുക്കാനിരിക്കുമ്പോൾ ഇപ്പോൾ ഭ്രാന്താവുന്നു. കാരണം ഈ സണ്ണിൻ്റെ ഇത് കൊണ്ട് മുഖമൊക്കെ നല്ലപോലെ ടാൻ, അതിൻ്റെ നാച്ചുറൽ ആ ഒരു ഗ്ലോ എല്ലാം പോയി. ബട്ട് എനിക്ക് ഇതിനും സൊല്യൂഷൻ ഉണ്ട്. എനിക്ക് സൊല്യൂഷൻ ഇല്ലാത്ത ഒരു സാധനം പോലും ഇല്ല. അപ്പോൾ ഇതിനും എനിക്ക് സൊല്യൂഷൻ ഉണ്ട്. സോ എൻ്റെ ഫേസിലെ ഈ ടാനൊക്കെ പോകാൻ വേണ്ടി ഞാൻ മാമ എർത്തിൻ്റെ ഉപ്താൻ ഡീറ്റാൻ ഫേസ് മാസ്ക് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്തുള്ള ടേമറിക് നമ്മുടെ സ്കിന്നിന് അത്രയും ബെനിഫിഷ്യൽ ആണ്. കാരണം നമ്മുടെ നാച്ചുറൽ ഗ്ലോനെ റിവൈവ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിനകത്തുള്ള സാഫ്രോൺ ക്ലിയർ സ്കിന്നിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ ഞാനായിട്ട് എടുത്ത് പറയുന്നില്ല, ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഈ ടേമറിക്കും സാഫ്രോണും ഒക്കെ ജനറേഷൻസ് ആയിട്ട് എല്ലാവരും ട്രസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സ്കിന്നിന് അത്രയും ബെനിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. ആൻഡ് ഇതിനകത്ത് നോ ഹാംഫുൾ കെമിക്കൽ. സോ ഞാൻ ഇത്രയും ഹൈപ്പ് കൊടുത്ത ഈ മാമാഅർത്ത് ഉപ്താൻ ഡീറ്റാൻ ഫേസ് പാക്കിൽ നമുക്ക് 15 മിനിറ്റ്സിൽ എങ്ങനെ ടാൻ കളയാൻ നോക്കാം. അപ്പോൾ അതിലൊരു എക്സ്പെരിമെൻറ്റും കൂടെ നമുക്ക് ചെയ്യാം. ഞാനൊരു സെല്ലോ ടേപ്പ് കട്ട് ചെയ്ത് എൻ്റെ ഫേസിൽ വെക്കുന്നുണ്ട്. ഇത് ആക്ച്വലി പാച്ച് ടെസ്റ്റ് ആണ്. ഈ സെല്ലോ ടേപ്പ് അവിടെ തന്നെ ഇരുന്നോട്ടെ, നമുക്ക് ബാക്കി ഫേസിൽ ഫുൾ ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്യാം. ആൻഡ് 15 മിനിറ്റ്സ് നമുക്കിത് വെയിറ്റ് ചെയ്തിട്ട് നമുക്കിത് റിമൂവ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്ന ഡിഫറൻസ് എന്താണെന്ന്. സെല്ലോ ടേപ്പ് വെച്ച് അവിടെ ടാൻ കുറച്ചുണ്ട്, എന്നാൽ ബാക്കി എല്ലായിടത്തും ടാൻ നല്ലപോലെ റിമൂവ് ആയിട്ടുണ്ട്. സോ ഈ പ്രോഡക്റ്റ് അത്രയും എഫക്റ്റീവാണ്. പിന്നെ ഞാൻ മാമ എർത്തിൻ്റെ ഉപ്താൻ ഡീറ്റാൻ സൺസ്ക്രീനും മറക്കാതെ യൂസ് ചെയ്യാറുണ്ട് ഫോർ സൺ പ്രൊട്ടക്ഷൻ. ഞാൻ ചുമ്മാ പറയുന്നാല് ഈ 2 പ്രോഡക്റ്റ്സിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. ആൻഡ് ഇത് റെക്കമെൻഡ് ചെയ്യും ഞാൻ നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ കോഡായ TJ Diaries 2025 യൂസ് ചെയ്യെങ്കിൽ മാമ എർത്തിൻ്റെ വെബ്സൈറ്റ് ആൻഡ് ആപ്പിൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടും. അതുമാത്രമല്ല ഇത് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് ആൻഡ് പേർപ്പിൾ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങളുടെ അടുത്തുള്ള സ്റ്റോഴ്സിലും കിട്ടും. സോ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, എല്ലാവരും ചെക്ക് ചെയ്യുക. ആൻഡ് നമുക്ക് ബാക്കി വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, നമ്മൾ ജ്വല്ലറിയിൽ എത്തി. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ചേച്ചിക്ക് നമ്മൾ ഓൾറെഡി ഒരു വള്ളി കൊടുത്തല്ലോ കേക്ക് വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് ചേച്ചി ഇവിടെ എത്തിയിട്ടില്ല. അപ്പം ഞാനാണ് മോതിരം വാങ്ങേണ്ട ആ ഒരു വലിയ കടമ്പ ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഞാൻ ചേച്ചിക്ക് ഫോട്ടോ അയച്ചു കൊടുക്കും. കാരണം എൻ്റെ ടേസ്റ്റും അമ്മേൻ്റെ ടേസ്റ്റും ഫുൾ ഓപ്പോസിറ്റ് ആണ്. പക്ഷെ ചേച്ചി അമ്മയും കുറച്ച് സിമിലർ ആണ്. അപ്പോൾ ഫോട്ടോ എടുത്ത് ചേച്ചിൻ്റെ അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ നമ്മൾ വാങ്ങുള്ളൂ. അപ്പോൾ നമുക്ക് പോയിട്ട് വാങ്ങാം. എനിക്ക് നല്ല മോതിരം വാങ്ങണം എന്നുണ്ട്. കാരണം എനിക്ക് റിങ്സ് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ബട്ട്
ഹാ എൻ്റെ കയ്യിൽ ഒന്നും പോലെ ഇല്ല. യെസ്, അപ്പൊ നമുക്ക് പോയിട്ട് നോക്കാം. വാ, ആൾക്കാർ നോക്കുന്നേ. ജ്വല്ലറിൻ്റെ ഉള്ളിൽ മൊത്തം തിരക്ക്. അതുമാണെങ്കിൽ ക്യാമറയും പിടിച്ച് നടക്കുക. ഞാൻ തിരിഞ്ഞു നോക്കുന്നില്ല, ഇവൻ ഏതോ ഒരുത്തെന്നുള്ള രീതിക്കാണ് ഞാൻ നോക്കുന്നത്. ഞാനിവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ മുടിയൊക്കെ ഫ്ലിപ്പ് ചെയ്ത് നടക്കുക. ഗൈസ്, ഞാൻ എൻ്റെ മുടി ഇങ്ങനെ വെട്ടാൻ കാരണം ഇത് മുടി ഇങ്ങനെ ഇടാനാണ്, പ്രേമലൂല മമിതനെ പോലെ. പക്ഷെ ഇപ്പം എനിക്ക് പ്രാന്താശുപത്രിയിൽ നിന്ന് കുളിക്കാതെ ഇറങ്ങി വന്ന ഒരാളെ പോലെ തോന്നുന്നു. എൻ്റെ ഒരാഗ്രഹം എന്ന് വെച്ചാൽ ഇതുപോലെ എനിക്ക് ഇരിക്കണം വീട്ടിൽ. നല്ല രസമുണ്ട്, എല്ലാം ഓരോ കളർ സ്റ്റോൺസ്, നല്ല ഭംഗിയുണ്ട്. ഇതിത്തെ ഏതേലും ചൂസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ചേച്ചി ഇപ്പം എത്തും. അവൾ കേക്ക് വാങ്ങിച്ച് വേഗം വരണം. അവളാണ് സൂപ്പർ ഫാസ്റ്റ് ഗേൾ. അപ്പോൾ സൂപ്പർ ഫാസ്റ്റ് ഗേൾ വന്നിട്ട് ഏതാ നല്ലതെന്ന് ചൂസ് ചെയ്യും. കാരണം എൻ്റെ സെലക്ഷൻസൊക്കെ പൊതുവേ വീട്ടിലെല്ലാം നല്ല പോലെ അവഗണിച്ച് തള്ളും. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റിങ് ഇതാണ്. കാരണം അമ്മയുടെ ഫേവറേറ്റ് കളർ ബ്ലൂ ആണ്. ഇങ്ങനത്തെ ബ്ലൂ, നേവി ബ്ലൂ ഭയങ്കര ഇഷ്ടമാണ്. ഇത് നേവി ബ്ലൂ അല്ലെങ്കിൽ എന്നെ ആരും കുറ്റം പറയരുത്, പക്ഷെ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അങ്ങനത്തെ എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇത് നല്ല രസമുണ്ട്. ഞാൻ വിരൽ മാത്രം കാണിക്കൂല, ഞാൻ ഗുഡ് കളറാണ്. ബേബി പിങ്ക് കളർ, ഒരു പീച്ച് കളർ, ബേബി പിങ്ക് കളർ, നല്ല രസമുണ്ട്. ഗൈസ്, നമ്മുടെ ചേച്ചി വന്ന് ഇവിടെ മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കാൻ തുടങ്ങി. ചേച്ചിക്കല്ലേ ഞാൻ റിച്ച് ലുക്ക് എടുത്തത് ഇഷ്ടപ്പെട്ടില്ല. ഇത് ആക്ച്വലി നല്ല റിച്ച് ആയിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതൊരു തള്ള വൈബാണ്, അതുകൊണ്ട് ഞാൻ ആ തള്ള കൊടുക്കാൻ വിചാരിച്ചു. അപ്പൊ ചേച്ചി പറയുന്നത് ഇതാണ് രസം എന്നാണ്. സീ ഗ്രീൻ, ഒരു ബീച്ചി വൈബ് ഉണ്ട് അല്ലേ? അപ്പൊ ഇതങ്ങോട്ട് എടുക്കാം. ഇത് ബില്ല് ചെയ്യാം. സമയമില്ല, കേക്ക് വേഗം കൊടുക്കാണ്ട് കളിക്കാൻ സമയമില്ല. ഞാൻ മെച്ചോടാണ് മാറി പുറത്ത്. പിന്നാലെ വാ, ലൊക്കേഷൻ ഇട്ടാൽ മതി. അങ്ങനെ നമ്മൾ റിങ് വാങ്ങി. ഇനി ഇത് നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാൻ അർച്ചന ചേച്ചിന് അങ്ങോട്ട് പോകണം. അർച്ചന ചേച്ചി എന്നോട് നേരത്തെ വരാൻ പറഞ്ഞാൽ ഞാൻ പറ്റുന്ന അത്രയും നേരത്താണ് പോകുന്നത്. റിങ് ആക്കി നമുക്ക് 2 ഗിഫ്റ്റ്സ് കൂടെ വാങ്ങാനുണ്ട് അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള വാങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഉപയോഗിക്കാനോ വേണ്ടത് വാങ്ങണ്ടെന്ന്. എല്ലാം ശുഭകരമായി നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ശുഭദിനം. ഗൈസ്, നമ്മളങ്ങനെ അർച്ചന ചേച്ചിനെ ഫ്ലാറ്റിലെത്തി. നമ്മൾ റിങ്ങും കേക്ക് ചേച്ചിനെ കയ്യിലുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചു അർച്ചന ചേച്ചി പാവം നമ്മൾ വൈകിട്ട് വന്ന് വേഗം പോവാ. പിള്ളേരുടെ സൗണ്ട് ഉണ്ട്. അർച്ചന ചേച്ചിക്ക് 2 ക്യൂട്ട് കുട്ടികളുണ്ട്. ഗൈസ്, അങ്ങനെ അർച്ചന ചേച്ചി എന്തൊക്കെ ഐഡിയ പറഞ്ഞു. കാരണം കേക്ക് ഇത്രക്കെ ഉള്ളൂ ചെറുത്, പക്ഷെ പെട്ടി ഇത്രക്കെ ഉണ്ട് വലുത്. എല്ലാം നമ്മുടെ ചേച്ചീൻ്റെ പൊട്ട ഐഡിയത്തെ കേക്കാണ്. ഗുഡ്. നീ പറഞ്ഞ 1/2 കിലോ മതിയെന്ന് അത് പറയുമ്പോഴത്തേനും വാങ്ങിയിട്ടും വരും. അപ്പോൾ അർച്ചന ചേച്ചി ഒരു സാധനം വെച്ച് ഇങ്ങനെ റാപ്പ് ചെയ്തു. ഇനി ഇതാണ് അതിൻ്റെ ഉള്ളിൽ വെക്കാൻ പോകുന്നത്. പിന്നെ ഒറിജിനാലിറ്റി തോന്നുന്ന നമ്മൾ കുറേ ജംസ് വാങ്ങിച്ചു. അതും അർച്ചന ചേച്ചിൻ്റെ ബുദ്ധിയായിരുന്നു. അതൊക്കെ കൂടെ ബെറ്റർ ഒറിജിനാലിറ്റി വരുത്താമെന്ന്. എനിക്ക് അർച്ചന ചേച്ചിനെ കാണുമ്പോൾ നസ്രിയനെ ഓർമ്മ വരും. ആക്ച്വലി റോമന്റെ കട്ടാണ് നല്ലുള്ളത്. നിങ്ങൾ പറയണ അർച്ചന ചേച്ചിനെ കാണുമ്പോൾ റോമനെ പോലെ ഉണ്ടോ? ഗൈസ്, അർച്ചന ചേച്ചി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കേക്ക് എടുക്കുന്ന ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തല്ലോ, അവിടെ ജംസിൻ്റെ വാട്ടർഫോൾസ് പോലെ ക്രിയേറ്റീവായിട്ട് ചെയ്യും. പിന്നെ അമ്മേനെ പറ്റിക്കുന്നതുകൊണ്ട് എനിക്കൊരു പേടിയുമില്ല. എത്ര ഇപ്പോൾ കൊള്ളയില്ല, അമ്മ തിരിച്ചറിയാൻ പോകുന്നില്ല. ഗൈസ്, നമ്മൾ കേക്ക് എല്ലാം റെഡി ആക്കിയിട്ട് എൻ്റെ ചേച്ചിയും അർച്ചന ചേച്ചിയും ഇവിടെ ഇരിക്കുന്നുണ്ട്. കാരണം നമ്മൾ അർച്ചന ചേച്ചിയും അങ്ങോട്ട് കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഒന്നിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ പോയിട്ട് അമ്മേനെ വിളിക്കാൻ വേണ്ടി പോവാണ്. അമ്മക്ക് ഒരു ഐഡിയ ഇല്ല, കാരണം ബർത്ത്ഡേ കഴിഞ്ഞ് 2 ആഴ്ചയായല്ലോ. ആര് ഐഡിയ വെക്കാൻ പോകുന്നത്? നമ്മൾ പോകുന്നു, അമ്മ റെഡിയായി പറഞ്ഞ് അമ്മേനെ കൊണ്ടുവരുന്നു. അമ്മേനെ കൊണ്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യേണ്ട സ്പോട്ടിൽ എത്തുമ്പോഴത്തേനും പപ്പ അവിടെ ഉണ്ടാവും, ചേച്ചി അവിടെ ഉണ്ടാവും, അർച്ചന ചേച്ചി അവിടെ ഉണ്ടാവും, കേക്കും അവിടെ ഉണ്ടാവും, പ്രാങ്കും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മൾ വേറെ 2 ഗിഫ്റ്റ്സ് വാങ്ങാൻ പറഞ്ഞത് അത് നമ്മൾ വേണ്ടാന്ന് വെച്ചു. കാരണം ഒന്നാമത് ടൈമിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്. പിന്നെ ഓൾറെഡി നമ്മൾ അമ്മക്ക് ബർത്ത്ഡേൻ്റെ ദിവസം ഗിഫ്റ്റ് കൊടുത്തു. ഇനി ഇത് പപ്പയുടെ ഗിഫ്റ്റാണ്, ഇത് മാത്രമേ നമുക്ക് കൊടുക്കാനുള്ളൂ. ഓക്കെ, നമുക്കിപ്പോൾ വീട്ടിൽ പോവാം, അമ്മേനെ വിളിക്കാം, അമ്മേനെ റെഡിയാക്കുക, കൊണ്ടുവരാം, അമ്മേൻ്റെ റിയാക്ഷൻ എടുക്കുക, ഫണ്ണാക്കുക, വൈബാക്കുക, അമ്മേനെ എന്തൊക്കെയോ എൻ്റെ ഉള്ളിലുണ്ട്, എല്ലാം നടന്നാൽ മതി. ഇത്ര നേരം കഷ്ടപ്പെട്ടതിൻ്റെ റിസൾട്ടാണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പോവാം. അങ്ങനെ നമ്മൾ തിരിച്ച് വീടെത്തിയപ്പോൾ വീട്ടിലെ കാർന്നോരുത്തി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഹലോ കാർന്നോരുത്തി, എന്താണ്? എന്തോ ചിരിക്കുന്നുണ്ടല്ലോ. എന്താ എന്നെ നോക്കണേ? ഇത് എന്നെ നോക്കണേ? എന്താ നിങ്ങളുടെ പ്രശ്നം? എവിടെ? എന്ത്? അറിയില്ലേ? എന്നാ പോയി ഡ്രസ് മാറ്റ്.
റെഡിയാവ്. ഇത്തവണ വേറെ ലെവലാണ്. റെഡിയാവ്, അതല്ലേ പറഞ്ഞ്. സമയം റെഡിയാവ്. പ്രശ്നമാണ്. യൂറോപ്പിക്ക്. എനിക്ക് നല്ല ആഗ്രഹമാണ് ഇറ്റലിയിൽ അമ്മേനെയും കൊണ്ടുപോകാൻ. വേഗം പോയി റെഡിയാവ്, 10 മിനിറ്റ്. സുന്ദരിയാവ് പോ. ഗൈസ്, അങ്ങനെ കളർഫുൾ പൂക്കളം ഡ്രസ് ഇട്ടിട്ട് അമ്മ വന്നു. ഹാപ്പി ഓണം. എന്താ ഹാപ്പി ഓണം? എന്താ അമ്മ കൈ പോലും തരാത്ത്? വെറുതെ കൈ തരാലോ. എങ്ങോട്ടാ പോണോന്ന് നമ്മൾ പറയില്ല. അമ്മ റെഡിയായി വന്നു, ഇറങ്ങ്. അമ്മേനെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കും. എനിക്ക് വണ്ടി ഓടിച്ച മതിയായി. രാവിലെ തൊട്ട് ഇങ്ങോട്ട് കുറേ വന്നു അങ്ങോട്ട്. ഇതാണ് അമ്മ വണ്ടി ഓടിച്ചാൽ മതി, അതാണ് അതിന്റെ ശരി. വാ ഗൈസ്, അങ്ങനെ വണ്ടി ഓടിക്കണം അമ്മ. എങ്ങോട്ടാ നിങ്ങൾ പോകുന്നത്? പിന്നെ എങ്ങിട്ട് പണ്ട് നിങ്ങൾ വണ്ടി ഓടിക്കുന്നത്? ഓക്കെ, ഞാനാണ് ഡയറക്ഷൻ കൊടുക്കുന്നത്. ഞാനാണ് മാപ്പ്. എൻ്റെ കൺട്രോളിലാണ് അമ്മൻ്റെ ബ്രെയിൻ ഉള്ളത്. ഞാൻ ലെഫ്റ്റ് പറഞ്ഞ അമ്മൻ്റെ ബ്രെയിൻ ലെഫ്റ്റിക്ക് സ്റ്റിയറിംഗ് തിരിക്കും. ഗൈസ്, അങ്ങനെ ഇത്ര നേരം എങ്ങിട്ടാന്ന് ലക്ഷ്യബോധമല്ലാണ്ട് ഈ സ്ത്രീ വണ്ടി ഓടിക്കുന്നുണ്ട്. എങ്ങിട്ടാണ്? എന്നാ ശരി, മെഗ്ഡിക്ക് പോക്കോ. മെഗ്ഡിക്ക് പോവാൻ വേണ്ടിട്ട് ഞാൻ വെറുതെ നിങ്ങളെ പറ്റിച്ചു ഇത്ര നേരം. എന്താണ്? അയ്യോ, മെഗ്ഡിക്കാ പോണ്ടത്. ഇപ്പോ വണ്ടി മെഗ്ഡിയിൽ നിർത്തി ഒന്നുമില്ല. അവിടെ നമ്മൾ കൂടെ കോഫി കുടിക്കുക. അതിനാണ് ഇത്ര കഷ്ടപ്പെട്ട് പഠനം വന്ന്. അല്ലാണ്ട് പിന്നെ മെഗ്ഡിയിൽ എന്താ കാട്ട ഡാൻസ്? അവിടെ മറ്റേതൊന്നും ഇല്ല. ശരി, എന്താണ് മുഖത്തെന്തോ? ഒന്നുമില്ല. എന്താ നിങ്ങൾക്ക് എന്താ വേറെ? എനിക്കൊന്നുമില്ല. എന്താ നിങ്ങൾ ചിരിക്കണേ? പിന്നെ നിന്റെ ഓരോ അല്ല, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? എനിക്ക് ഒരു ഉദ്ദേശമില്ല. നീ എന്താന്ന് എനിക്ക് അറിയണ്ട. ചെയ്യുന്നത് എന്തൊക്കെയോ പറയും. അപ്പൊ ശരി പറഞ്ഞു വന്നു. ശരി, എന്നാ മെഗ്ഡി കേട്ട്. ഗൈസ്, നമ്മള് മെക്ഡൊണാൾഡ്സ് എത്തി. മെക്ഡൊണാൾഡ്സ് ഇവിടെയാണ്. എന്താണെന്നാണ് മോൾക്ക് തോന്നുന്നത്? അർച്ചന ചേച്ചി നിക്കണത്. അതാ അർച്ചന ചേച്ചി. പപ്പ ആരുടെ പിറന്നാളോട്? അർച്ചന ചേച്ചിന്റെ ബർത്ത്ഡേ ആണ്. ആരുടെ കേക്ക് ഒക്കെ വെച്ചിരിക്കുന്നത്? ആരിന്റെയാണ്? ഏപ്രിൽ ഫുൾ ആയിട്ട് വെച്ചിരിക്കുന്നത്. പിറന്നാൾ എപ്പോ കഴിഞ്ഞു? 2 ആഴ്ച മുന്നേ. ഇത് അമ്മന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ പാട്ട് പാടണ്ടേ? ബർത്ത്ഡേ ടു യു. അമ്മക്ക് അമ്മന്റെ ബർത്ത്ഡേ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അമ്മന്റെ ബർത്ത്ഡേ സമയത്ത് എനിക്ക് എക്സാം ആയതുകൊണ്ട് വർഷത്തിലൊരു 3-4 ബർത്ത്ഡേ ഉണ്ട്. അതെ, വർഷത്തില്. ഇത് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനും ചേച്ചി അമ്മക്ക് ഗിഫ്റ്റ് ഒക്കെ തന്നല്ലോ. പപ്പക്കൊരു പരാതി. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, എന്നാൽ നമുക്ക് അമ്മക്ക് സർപ്രൈസ് ആയി കേക്ക് കട്ട് ചെയ്യാന്ന്. അങ്ങനെ നമ്മൾ ചെയ്തതാണ്. ഏപ്രിൽ ഫുൾ അല്ലല്ലോ. ഏപ്രിൽ ഫുൾ ഇന്നലെ. അമ്മ ഏപ്രിൽ ഫുൾ ആണെന്ന് വിശ്വസിച്ചേനെ. വാ, എല്ലാരും വാ. അർച്ചന ചേച്ചി വാ. അതുവിന്റെ കയ്യിൽ ക്യാമറ ആയതുകൊണ്ട് മാത്രം അതുവിനെ നമുക്ക് അവിടെ നിർത്താം. അമ്മയ്ക്ക് പിങ്ക് ആണ് ഇഷ്ടം. അമ്മ ഗേളി ഗേൾ ആണ്. മനസ്സിലാവുന്നില്ല. അമ്മ നിങ്ങളുടെ ബർത്ത്ഡേ തന്നെ. ഇത് കഴിഞ്ഞ വ്ളോഗിൽ ചേച്ചിനെ മാത്രം ഫോൺ വെച്ചു പറഞ്ഞ് ഞാൻ പരാതി പറഞ്ഞപ്പോ അമ്മ ഇപ്പൊ കാണിക്കാൻ വേണ്ടി 2 ഫോട്ടോ വെച്ചതാണ്. എന്താണ് നമുക്ക് ഡൗട്ട്? എന്റെ പിറന്നാൾ എന്റെ കുറെ ദിവസമായി. നീ എന്തിനാ? അന്ന് എനിക്ക് എക്സാം ആയിരുന്നില്ലേ? അങ്ങനെയൊന്നും അല്ല. അടുത്ത വർഷം മതിയായിരുന്നില്ലേ? ഞാൻ അപ്പോഴും പറഞ്ഞു അവളോട്. ഇനിയിപ്പോ കുഴപ്പമില്ല, അടുത്ത വർഷത്തിന് നമുക്ക് അഡ്വാൻസ് വന്നപ്പോ എന്തോ ഒരു ഡൗട്ട്. ഒരിക്കലല്ല. പിന്നെന്താണ്? എന്തൊക്കെയോ ബർഗർ കഴിക്കാൻ വേണ്ടി വന്നതാണ്, വേറെ ഒന്നുമില്ല. ഈ സമയത്ത് തന്നെ നീ വന്ന് പെടില്ല. ഞങ്ങൾ കണ്ടതല്ലേ, ഇവിടുന്ന് മീറ്റ് ചെയ്തതല്ലേ. അതിനിവിടെ ആക്കി അത് വേണ്ട മുറിച്ച് തിന്നാന്. അടുത്തു കട്ട് ചെയ്യാം. ജംസ് മിഠായിയാണമ്മ. ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്താ എന്നിട്ട് ടോപ്പ് നോച്ച് ആണ്. ഞാനല്ല കേക്ക് ഉണ്ടാക്കിയെന്ന്. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു. നിങ്ങൾ നല്ല ബർത്ത്ഡേ പറഞ്ഞു. ക്രീം തിന്നോ? മുറുക്കി എല്ലാവർക്കും താ അമ്മ കേക്ക്. അതൂന് ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട്. ഹാപ്പി ബർത്ത്ഡേ. ജംസ് ഉള്ള പാട്ട് എന്ന് പറയുമ്പോ എനിക്ക് ജംസ് ഉള്ളത് മതി. ഞാൻ പറഞ്ഞതിനുള്ള എന്തോ ഉണ്ടെന്ന്. ഹൈ ജംസ്. എന്ത് സാധനടാ? കല്യാൺ ജ്വല്ലറോ? ലക്കി ഡ്രോ തന്നു. ഇത് നമ്മുടെ സ്വന്തം. അമ്മ ലക്കി ഡ്രോ എടുക്ക്. അപ്പൻ ചേച്ചി ജംസ് വേണം പറഞ്ഞപ്പോഴാണ്.
അത് കുറച്ച് റിയാലിറ്റി ആയി പോയി. വിചാരിച്ചില്ല ലക്കി ഡ്രോ എന്താ നോക്കട്ടെ. എന്തായിരിക്കും ലക്കി ഡ്രോ? റിങ്. ശരി, എന്ത് റിങ്? സിൽവർ ആണ്. അല്ല, കല്യാൺ ജ്വല്ലറി ആയതുകൊണ്ട് ഗോൾഡ് ആയിരിക്കും. പക്ഷെ ഇപ്പൊ ഗോൾഡ് ഭയങ്കര വിലയാണ്. അർജുൻ ചേച്ചി തന്നെ ഇവിടെ വന്നാണെന്ന് ഒക്കെ അമ്മക്ക് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടാവില്ല. അല്ല, ലക്കി ഡ്രോ ആണ്. നീ പോടാ അവിടുന്ന്. ലക്കി ഡ്രോ എല്ലാം ശരിയാണ്. ടോപ്പ് നോച്ചിന്റെ കവർ ശരി, ആ പ്ലാസ്റ്റിക് കവർ എടുത്ത് മാറ്റിയപ്പോൾ എന്തിനാടാ പ്ലാസ്റ്റിക് കവർ? അത് അർച്ചൻ ചേച്ചിന്റെ ഫുൾ സെറ്റപ്പ് ആയിരിക്കും. ചേച്ചിക്കാണ് മുഴുവൻ കള്ളത്തരം ചെയ്യാനുള്ള കഴിവാണ്. ഫോൺ അർച്ചൻ ചേച്ചിയാണ്. പണ്ട് അർച്ചൻ ചേച്ചിയാണ് ഫോണിന്റെ. എന്തായിരിക്കും പറ? റിങ് ആവാനാണ് സാധ്യത. ഇനി പോയി മൂക്കം കുത്തണം. ശരി, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. എന്താണ് നമുക്ക് ലക്കി ഡ്രോ ചിലപ്പോ അൺലക്കി ആണെങ്കിലോ അമ്മ ചിലപ്പോ തിരിച്ചു വിളിച്ചു നോക്കവരെ. അപ്പോഴായിരിക്കും അപ്പൊ അവര് പറയും അൺലക്കി ആയതുകൊണ്ട് ഇല്ലെന്ന്. അൺലക്കീനെ കണ്ടുപിടിക്കാനുള്ള ഡ്രോ കിട്ടിയപ്പോ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? റാങ്ക് ചെയ്തപ്പോ സങ്കടായോ? അമ്മ എക്സ്പെക്ട് ചെയ്തോ? ഇത് മാറ്റി ലൂസുള്ള വിരലൊന്ന് മാറ്റിയിട്ടിട്. അതിലൊന്നും കൊള്ളില്ല, മറ്റേ എന്റെ സൈസ് ആയിരുന്നു. കേറണില്ലേ? എനിക്ക് കേറി 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 കേറി. ആ, ഇത് ആരുടെ ഗിഫ്റ്റാന്നറിയോ? പപ്പയാ. പപ്പയാണ് പക്ഷെ സ്പോൺസർ ചെയ്ത് അമ്മക്ക് വാങ്ങിച്ചു കൊടുക്കടാ പറഞ്ഞത്. സെലക്ട് ചെയ്യാൻ പറഞ്ഞത് പപ്പയായിരുന്നു. പുറത്തൊരു മുരടനാണെങ്കിലും ഉള്ളിലൊരു ലോലനാണ്. സ്നേഹം മോതിരമായിട്ട് പുറത്തു വന്നു. ഇഷ്ടപ്പെട്ടോ? എന്നാ താങ്ക് യു പറ പപ്പന്റെ അടുത്ത്. പറഞ്ഞു ഇങ്ങനെയാക്ക്. നന്ദി. ഹാപ്പി ആയോ? കേക്കൊക്കെ എല്ലാവർക്കും എന്ത് ഫുഡാ സ്ഥലമില്ല. അമ്മ ഈ പരിപാടി കൊള്ളാം. ബർത്ത്ഡേ കഴിഞ്ഞാലും ഗിഫ്റ്റ് കിട്ടാ. പരാതി ഇല്ലല്ലോ ഈ ഫോട്ടോ എടുത്തിട്ട് വന്നതില്. ഫോട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നല്ലൊരു അല്ലടാ, അത് നന്നായിട്ടില്ലടാ. എന്റെ എത്ര നല്ലതുണ്ടടാ. അതെടുത്തോടാ നമുക്ക്. ഞാൻ ഇൻസ്റ്റ തപ്പില്ല, ആ ഒരു ധൃതിയില്. ഇത് എന്റെ വകയായിരുന്നു ഈ ഗിഫ്റ്റ്. അച്ഛമ്മന്റെ അവരെ വലി അച്ഛമ്മന്റെ ബാക്കത്തെ വള്ളി. അമ്മ ഹാപ്പി ആണോ? എന്താ പറയാനുള്ളത്? അർച്ചൻ ചേച്ചിയായിരുന്നു ഇതിന്റെ ഉള്ളിൽ കുത്തി തന്നത്. അതെനിക്കറിയാം. എന്നിട്ട് എങ്ങനെ പിന്നെ പറഞ്ഞില്ല, എന്നെ കണ്ടാ തന്നെ സംശയം വരുന്നുണ്ട്. നീ എങ്ങനെ അതിന്റെ ഉള്ളിൽ വെച്ച്? ഞങ്ങൾ നേരെ കേക്ക് കൊണ്ട് കൊടുത്തു. പിന്നെ എങ്ങനെ അതിന്റെ ഉള്ളിൽ വെച്ചു? കഴിവ് ഇങ്ങനെ മുറിച്ചെടുത്ത് ഉള്ളി വെച്ച് പുറത്ത് കറക്റ്റായി ജംസ് വെച്ച് എല്ലാം കഷ്ടപ്പെട്ട് ചെയ്തു. എന്തോ ഒരു റോൾ ഉണ്ടായില്ല. പോസ്റ്റ്മോർട്ടം ചെയ്തു, പഴയ പോലെ എല്ലാക്കി. ഒരു തെളിവും ബാക്കി വെച്ചില്ല. മുറിച്ചെടുത്ത് എഫേർട്ടാണ് എല്ലാവരുടെയും. മനസ്സിലായി. എല്ലാം തുറന്നു നോക്കിട്ടെ എനിക്കില്ല മനസ്സിലായി. അറിയായിരുന്നു നമ്മ. ശരി, അമ്മക്ക് എന്താ പറയാനുള്ളത് ലാസ്റ്റ് ആയിട്ട്? അല്ല, ഇങ്ങനെ മാസം ബർത്ത്ഡേ എനിക്ക് മാസം ഞാൻ ആദ്യം അമ്മന്റെ ബർത്ത്ഡേന്റെ അത്രയും ഗിഫ്റ്റ് തരുന്ന വീഡിയോ എടുക്കാന്നാ വിചാരിച്ചത്. പിന്നെ അമ്മക്ക് വയസ്സ് ഇഷ്ടമില്ലാത്തോണ്ട് പുറത്ത് ചേച്ചി പറഞ്ഞു അമ്മ നിന്നെ കൊല്ലും. അപ്പൊ ഞാൻ കണ്ടിട്ട് മാറ്റി. രാവിലെ പപ്പ ഈ സാധനം പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇങ്ങനെ സാധനം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ പപ്പയാണ് ഈ ഐഡിയ പറഞ്ഞത്, ഇതിങ്ങനെ മതിയെന്ന്. ഐഡിയ പപ്പന്റെ മുഴുവൻ പപ്പടാണ്. ഐഡിയയും പപ്പന്റെ, പിന്നെ പ്രൊഡക്ഷനും പപ്പ, പ്രൊഡ്യൂസർ എല്ലാത്തിന്റെ സ്പോൺസർ. ദിസ് വീഡിയോ സ്പോൺസർഡ് ബൈ ചാത്തംകുളം ബിൽഡേഴ്സ്. ഇനിയും ഇതേപോലെ സ്പോൺസർഷിപ്പ് വേണം, ഞാൻ ഇതുപോലെ ഷൗട്ട് ഔട്ട് കൊടുക്കാം. ഓടിയത് നമ്മൾ മൂന്നാളും, ലാസ്റ്റ് ഫുൾ കൺക്ലൂഡ് ചെയ്ത് ഫൈനൽ പെർഫെക്ഷൻ ഫുൾ അർച്ചൻ ചേച്ചി. അല്ല, ഞാൻ അതിനു വേണ്ടി ഓടി. ഞാനാണ് ഇതൊക്കെ ഒപ്പിച്ച്, ഇതൊക്കെ ഞാൻ ഓടിച്ച്. ശരി, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തിട്ട് പെട്ടെന്നായിരിക്കും സബ്സ്ക്രൈബ് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ബൈ പറയൂ എല്ലാവരും. ബൈ.